കാട്ടാന ആക്രമണത്തിൽ മരിച്ച പോളിന് ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. മന്ത്രിമാരുടെ സംഘം അടുത്ത ദിവസം തന്നെ വയനാട് സന്ദർശിക്കും. തദ്ദേശ മന്ത്രിയും റവന്യൂ മന്ത്രിയും സംഘത്തിലുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. വയനാട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പരിമിതികളുണ്ട്. എന്നാൽ പോളിന്റെ കുടുംബത്തിന്റെ ആരോപണം ഗൗരവകരമായി പരിശോധിക്കും. വയനാട്ടിൽ ഹർത്താൽ നടക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് വയനാട്ടിലേക്ക് പോകുന്നില്ലെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. സോണൽ കൃഷ്ണ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സോണൽ, അല്പം മുൻപാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടത്. എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ? അതിനെ പ്രധാനമായി പറയേണ്ടത് ഈ ഒരു സംഭവത്തിൽ പോളിന്റെ മരണത്തിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ മെഡിക്കൽ കോളേജ്, വയനാട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പരിമിതികളുണ്ട് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം ഇന്ന് രാവിലെ നമ്മളോട് ഒരു വയനാട് സ്വദേശി, അതായത് പോളിന്റെ ബന്ധുക്കളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തി നമ്മളോട് പ്രതികരിച്ചതാണ്. ഏകദേശം 3 മണിക്കൂറോളം ഈ പോളിനെ അവിടെ വയനാട് മെഡിക്കൽ കോളേജിൽ കിടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ വിദഗ്ധമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കണമെങ്കിൽ ആ നേരം തന്നെ കൃത്യമായി പ്രാഥമിക ചികിത്സ നൽകി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാമായിരുന്നല്ലോ എന്നുള്ളൊരു ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നത്. അത് തന്നെയാണ് ഈ പോളിന്റെ മകളും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായി പറയേണ്ടത് ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വിവിധ ഈ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും കുടുംബത്തിന്റെയും എല്ലാം തന്നെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. അത് നിഷേധിക്കാൻ കഴിയില്ല. അത് സാഹചര്യ തെളിവുകളെല്ലാം തന്നെ അതിനനുകൂലമാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അന്ന് അതിൽ ഈ കുടുംബത്തിന്റെ ആരോപണം വിശദമായി ഗൗരവമായി തന്നെയാണ് കാണുന്നത്. അതിൽ വിശദമായിട്ടുള്ള പരിശോധന നടത്തും എന്നുള്ള കാര്യം കൂടി ഇത്തരത്തിൽ മന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നത മന്ത്രിമാരെ അടങ്ങുന്ന സംഘം 2-3 ദിവസത്തിനകം വയനാട്ടിലെത്തി യോഗം ചേരും എന്നുള്ളതാണ് പ്രധാനമായും പറയേണ്ടത്. അതിൽ തന്നെയായിരിക്കും ഇത്തരത്തിൽ നഷ്ടപരിഹാര തുകയുടെയും ജോലിയുടെയും കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി നൽകുന്ന കാര്യത്തിലൊക്കെ തീരുമാനമാകുമ്പോൾ ഈ ഒരു യോഗത്തിൽ തന്നെയായിരിക്കും. എന്നാൽ കുടുംബം പറയുന്നതനുസരിച്ച് ഈ കാര്യത്തിൽ ഉടനെ തന്നെ തീരുമാനം വേണം. ഈ ജോലിയുടെയും നഷ്ടപരിഹാരത്തിന്റെയും കാര്യത്തിൽ ഉടനെ തന്നെ തീരുമാനം വേണം. എങ്കിൽ മാത്രമേ തങ്ങൾ ഈ ഭൗതികദേഹം സ്വീകരിക്കൂ എന്നുള്ള ഒരു അഭിപ്രായം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. ഏകദേശം ഇവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 10 മണിയോട് കൂടി അല്ലെങ്കിൽ ഈ വീട്ടിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രധാനമായി പറയേണ്ടത് വലിയ പ്രതിഷേധങ്ങൾക്ക് തന്നെയായിരിക്കും ഇനി വയനാട് മാറുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം വിവിധ രാഷ്ട്രീയ സംഘടനകളെല്ലാം തന്നെ വയനാട് ജില്ലയിൽ നിന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നുണ്ട്. ഈ ഭൗതികദേഹം വരുന്ന മുറയ്ക്ക് അവിടെ വലിയ പ്രതിഷേധങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് മന്ത്രി ഇന്ന് ഈ വയനാട്ടിലേക്ക് ഇല്ല എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഇതിനു മുമ്പും മരണം നടന്നു. കഴിഞ്ഞ ആഴ്ചയാണ്, ദിവസങ്ങൾക്ക് മുമ്പാണ് അത്തരത്തിലൊരു മരണം കൂടി സംഭവിക്കുന്നത്. എന്നിട്ട് പോലും വേണ്ടപ്പെട്ട അധികൃതരോ മറ്റാളുകളോ കൃത്യമായിട്ട് ഇവരുടെ വീട്ടിൽ സന്ദർശനം നടത്താനോ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ആതിര പ്രധാനമായി പറയേണ്ടത്. ശരി, ഏതായാലും ഈ കാര്യത്തിൽ വനമന്ത്രി ന്യായീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സോണൽ കൃഷ്ണയാണ് വിശദാംശങ്ങൾ നൽകിയത്.